KSRTC പെൻഷനും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 3 മുതൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല സത്യഗ്രഹം തുടങ്ങും. KSRTCയുടെ 94 യൂണിറ്റുകളുടെ മുമ്പിൽ അനുഭാവ സത്യഗ്രഹം നടത്തുമെന്നും ഭാരവാഹികൾ ചാരുമൂട്ടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KSRTCയിലെ പെൻഷൻ വിതരണം സർക്കാർ ഏറ്റെടുക്കണമെന്നും 13 വർഷമായി മുടങ്ങിയ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കണമെന്നും KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചാരുമൂട്ടിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു ഭാരവാഹികൾ ആവശ്യം ഉന്നയിച്ചത്. മറ്റുള്ള ജീവനക്കാരിൽ നിന്നും എന്ത് വ്യത്യാസമാണ് KSRTCയിലുള്ളതെന്ന് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NS മുല്ലശ്ശേരി പറഞ്ഞു. ഇവിടെ 5.5 ലക്ഷത്തോളം ആളുകൾക്ക് ഗവൺമെന്റ് നേരിട്ട് പെൻഷൻ കൊടുക്കുന്നു. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലെ നേരിട്ട് പെൻഷൻ തന്നൂടാ? എന്തായാലും പണം ചെലവാക്കുന്നത് ഗവൺമെന്റ് ആണെന്ന് പറയുന്നു. പത്രമാധ്യമത്തിലൂടെ ഞങ്ങളെ അറിയിക്കുന്നു, പേപ്പറിൽ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. ഗവൺമെന്റാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിന് മറ്റുള്ളവരുടെ പെൻഷനോടൊപ്പം തന്നെ ചേർത്ത് തരണം. അവരിൽ നിന്ന് എന്താണ് നമുക്ക് വ്യത്യാസം? ഒരു പ്രധാനപ്പെട്ട സേവന മേഖലയാണ് ഗതാഗതം, പൊതുഗതാഗതം എന്ന് പറയുന്നത്. എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് ഞങ്ങളെ നിയമിച്ചിട്ടുള്ളത്. ഓണം ഉത്സവബത്തയും 60% ക്ഷാമാശ്വാസവും കുടിശ്ശിക സഹിതം വിതരണം ചെയ്യണം. എക്സ്ഗ്രേഷ്യ പെൻഷൻ വർദ്ധിപ്പിക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 3 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങും. ഇതോടൊപ്പം KSRTCയുടെ 94 യൂണിറ്റുകളുടെ മുന്നിലും അനുഭാവ സത്യാഗ്രഹവും നടക്കും. KSRTC പെൻഷൻകാര് 2012 മുതൽ നിരന്തരമായ സമരത്തിലാണ്. ഇന്ന് സംസ്ഥാന സർക്കാർ ജീവനക്കാരുമായിട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് പെൻഷൻ വാങ്ങിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. കാരണം 13 വർഷമായി ഞങ്ങളുടെ പെൻഷൻ പരിഷ്കരിച്ചിട്ട്, അതോടൊപ്പം തന്നെ അന്നു മുതലുള്ള DA കുടിശ്ശിക 60%, DR 60% വരെ ഇന്ന് കുടിശ്ശികയിലാണ്. സെക്രട്ടേറിയറ്റിന് മുൻപിലെ സത്യാഗ്രഹ സമരത്തിൽ ആലപ്പുഴ ജില്ലയിലെ 7 യൂണിറ്റുകളിൽ നിന്നുള്ള പെൻഷൻകാർ പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് EP വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി AP ജയപ്രകാശ്, ട്രഷറർ VP ബാലചന്ദ്രനാചാരി, സംസ്ഥാന കമ്മിറ്റി അംഗം V ശ്രീധരൻ നായർ, കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.